ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി വലിയൊരു സവാള 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ കുക്കറിലിടുക. അതിലേക്ക് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. 2-3 തണ്ട് കറിവേപ്പില ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. 1 സ്പൂൺ ഗരം മസാല പൊടി ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. സ്റ്റൂവിന് ആവശ്യമായ കിഴങ്ങും ക്യാരറ്റും വേവിക്കാൻ വയ്ക്കാം. കിഴങ്ങും ക്യാരറ്റും നല്ലതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലോ കുക്കറിലോ ഇട്ട് തിളപ്പിച്ചെടുക്കുക. കുക്കറിലിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക. ഞാൻ കുക്കറിലാണ് ഇടുന്നത്. 2 കിഴങ്ങും 1 ക്യാരറ്റും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കുക്കറിലിട്ട് 2-3 വിസിൽ കേൾപ്പിച്ച് വാങ്ങിയെടുത്തു. കിഴങ്ങ് ഒന്ന് വരഞ്ഞൊക്കെ വിടുകയാണെങ്കിൽ തൊണ്ട് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. 2-3 വിസിൽ കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. അതിൽ 4 തണ്ട് കറുവപ്പട്ട, 4 ഏലക്കയുടെ കുരു, 4 ഗ്രാമ്പു ചേർത്ത് ചൂടാക്കി കൊടുക്കുക. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. പച്ചമുളക് ആദ്യമേ വേണമെങ്കിലും ചേർക്കാം, ഞാനിവിടെയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ അത് മൂടി വെച്ചിരുന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിലേക്ക് വീണ്ടും 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വേവിച്ച് വെച്ചിരുന്ന കിഴങ്ങ് ചേർത്ത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കിഴങ്ങ് ഉടച്ചു കൊടുക്കാൻ പറയുന്നത്. നന്നായി എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചു കഴിഞ്ഞാൽ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. അതിലേക്ക് ഈ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ പിഴിഞ്ഞതിൻ്റെ 1/4 പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തേങ്ങ പിഴിഞ്ഞതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ലുലുവിൽ നിന്ന് വാങ്ങിയ ഒരു വലിയ ബോക്സ് തേങ്ങ, ഏകദേശം 1/2 മുറി തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ 1/4 പാൽ എടുത്തിരുന്നു. പിന്നെ 2/2 പാലും. അപ്പം 2/2 പാൽ ആദ്യം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് വരുന്നതിനനുസരിച്ച് 2/2 പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് കണ്ടിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല തിള വന്ന് കഴിയുമ്പോഴത്തേക്കും 1/4 പാലും ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പക്ഷേ ഇവിടെ ചൂടാക്കാതെ വെറുതെയാണ് ഇട്ടത്. എനിക്ക് ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നെയ്യ് ഉരുക്കാതെ അതേപോലെ തന്നെ എടുത്തിട്ട് കൊടുത്തു. അപ്പം ഇതാണ് ബീഫ് സ്റ്റൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്തുമസിന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്തുമസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.